വികാരിയച്ഛനും കൊച്ചച്ഛനും ഹെഡ്മാസ്റ്ററും ടീച്ചർമാരെല്ലാവരും കൂടെ കൂടിയാൽ നമുക്ക് ഇടവകയിൽ വിശുദ്ധരെ സൃഷ്ടിക്കാം. അതുകൊണ്ടാണ് നിങ്ങളെ ഇവിടെ വിളിച്ചു ചേർത്തിരിക്കുന്നത്. ഈ സെന്റൻസ് ടച്ച് ഹ്യൂമൻ നോട്ട് സ്ക്രീൻ. ടച്ച്. ആരും കോവിഡിനെ പഴി പറയരുത്. ഇന്ന് വരെ പിറന്നു വീണ ഒരു കൊച്ചും മോശമല്ല, ഞാൻ സമ്മതിക്കുകയല്ല. BEd കോളേജിൽ സൈക്കോളജി പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ എന്ന നിലയിൽ എനിക്കത് മാത്രമേ പറയാനുള്ളൂ. ഇന്ന് വരെ പിറന്നു വീണ ഒരു കൊച്ചും മോശമല്ല. ആ കൊച്ചുങ്ങളുടെ ഡിഫറൻസിനനുസരിച്ച് കാര്യം ചെയ്യണം, എൻഗേജ് ചെയ്യണം. ദിസ് ഈസ് ഏജ് ഓഫ് എൻഗേജ്മെന്റ്. ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, അലസന്റെ മനസ്സാണ് പിശാചിന്റെ പണിപ്പുര. അലസന്റെ മനസ്സാണ് പിശാചിന്റെ പണിപ്പുര. ഒന്നും ചെയ്യാനില്ലാതിരിക്കുമ്പോഴാ ബ്ലൂടൂത്തിൽ പോകുന്നേ, ഒന്നും ചെയ്യാനില്ലാതിരിക്കുമ്പോഴാ കൂട്ടുകൂടാൻ പോകുന്നേ. അവിടെ എൻഗേജ് ചെയ്യണം. എഴുതാനും വായിക്കാനും അത്യാവശ്യം അറിയാവുന്ന അപ്പൻ്റെ അമ്മയുടെയും കൊച്ചിനെ ഇന്ന് ഈ സ്റ്റേജിൽ കൊണ്ട് നിർത്തിയിട്ടുണ്ടല്ലോ, ഇതുപോലെയുള്ള സിസ്റ്റർമാരും അച്ഛന്മാരും വിശ്വാസ പരിശീലകരും വേദപാഠ ക്ലാസ്സിലും ചെറൂഷ് മിഷിലിങ്ങളും കൂടെ വളർത്തിയത് കൊണ്ടാണ്. ഏജ് ഓഫ് എൻഗേജ്മെന്റ്. ഇരുന്ന് പഠിപ്പിക്കേണ്ടതല്ല വിശ്വാസ പരിശീലനം. നട്ടലിന് ഓപ്പറേഷൻ ചെയ്തവർക്ക് വേണമെങ്കിൽ 10 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് ഇരുന്നോ, 5 മിനിറ്റത്തേക്ക്. അല്ലാത്തവർ ഇരുന്നിട്ട് പിള്ളേരെ ബുക്ക് എടുത്തോ വായിച്ചിട്ട് പൊക്കോ എന്ന് പറയുന്ന പിള്ളേര് പറയുന്ന വേദപാഠ ക്ലാസ് ഒരു ബോറാണ്. വേദപാഠ ക്ലാസ്സിന് ഒരു പുതുമയില്ലെന്ന്. വേദപാഠ ക്ലാസ് വെറും ഒരു ചടങ്ങാ. സാർ എന്തിനാ ഞങ്ങളോട് 50 ഞായറാഴ്ച വരാൻ പറയുന്നത്? ഇത് ഞങ്ങൾക്ക് പരീക്ഷയ്ക്ക് ജയിച്ചാൽ പോരെ, ഞങ്ങൾ പരീക്ഷയുടെ തലേ ദിവസം വായിച്ചോളാന്ന്. അവിടെയാണ് നമ്മുടെ ചലഞ്ച്. അവിടെയാണ് നമുക്ക് ഈ മൂന്നാമത്തെ ക്രൈസിസ്. കഴിഞ്ഞ ദിവസം പാലായിൽ ഒരുത്തരോട് ചോദിച്ചു, എവിടെ പോവാ? അവൻ പറയാ വേദാടം ഉണ്ടെന്നാ കേട്ടേന്ന്. APJ അബ്ദുൽ കലാം സാറിനെ ഇന്റർവ്യൂ ചെയ്യാൻ ഭാഗ്യം ലഭിച്ച ആളാണ് ഞാൻ. കലാം സാറിനോട് ചോദിച്ചു, ഡോക്ടർ കലാം, now I am a student, in 2030 what will be my role? Then Dr. Kalam replied, now you are a student, in 2030 you may be doctor, engineer, priest, farmer, bus conductor, what may be good. നീ ആരുമായിക്കോട്ടെ നല്ലവനാവുക. ആരാണ് കലാമെന്ന് നിങ്ങൾക്കറിയാലോ അല്ലേ? തലച്ചോറിന് 2 വശം ഒരേപോലെ പ്രവർത്തിപ്പിച്ച സയന്റിസ്റ്റ്, മിസൈൽ മാൻ ഓഫ് ഇന്ത്യ, ഭരണങ്ങാനത്ത് അൽഫോൺസ് സാമയുടെ കബറടത്തങ്ങൾ വന്നിട്ട് തല കുനിച്ചു നിന്ന സയന്റിസ്റ്റ്. ആ കലാം സാറിനോട് ചോദിച്ചു, വാട്ട് യു മീൻ ബൈ ബി ഗുഡ്? ദെൻ ഡോക്ടർ കലാം റിപ്ലൈഡ്, നീ ഡോക്ടർ ആണെങ്കിൽ 24 മണിക്കൂറും രോഗികൾക്ക് അവൈലബിൾ ആകുക. ഓപ്പറേഷൻ കഴിയുമ്പോൾ കത്രികയും സൂചിയും നൂലൊക്കെ ഓപ്പറേഷൻ ടേബിളിൽ തന്നെ ഉണ്ടെന്ന് ഉറപ്പുവരുത്തണമെന്ന്. നീ എഞ്ചിനീയർ ആണെങ്കിൽ 100 ചാക്ക് ഉപയോഗിക്കേണ്ടടുത്ത് 100 ചാക്ക് ഉപയോഗിച്ച് വാർക്കണമെന്ന്. എവിടെയോ വായിച്ചില്ലേ? പാലം പണിതിട്ട് ബോർഡ് എഴുതി വെച്ചു, വണ്ടി കയറ്റരുത്, വണ്ടി കയറ്റിയ താഴെ പോകുന്നു. പിന്നെ എന്നാ കാണാനാ പാലം പണിതേ? ചിന്തിക്കാനാ? വേദപാഠം പഠിപ്പിച്ചിട്ട് കൊച്ചിനെ, വൈദികനെ 12 കൊല്ലത്തെ വേദപാഠം കഴിഞ്ഞിട്ട് ഒരു ക്യാമ്പിന് വന്നപ്പോൾ കൊച്ചിനോട് ചോദിക്കാം, നിന്റെ ഇടവകയിലെ സിസ്റ്റർമാരുടെ കോൺഗ്രിഗേഷൻ ഏതാന്ന്? അപ്പം അവൻ പറയുക നീല ബെൽറ്റാന്ന്. ഇനി ബ്ലാക്ക് ബെൽറ്റ് എന്ന് പറയാഞ്ഞത് ഗുരുത്തം. അല്ലെങ്കിൽ നെറ്റിയ കുരിശുണ്ട്, വള്ളി ഇല്ല, വള്ളി ഉണ്ട്. ചിരിക്കാനും ചിന്തിക്കാനും കൂടിയാണ് ഇന്ന് ഈ വേദി നിൽക്കുന്നത്. 12 കൊല്ലത്തെ വേദപാഠത്തിന് ശേഷം ഇടവക പള്ളിയിലെ വികാരിയച്ഛൻ ആരാന്ന് ചോദിക്കുമ്പോൾ വെള്ളയുടുപ്പിട്ട അച്ഛൻ എന്നാണോ പറയണ്ടേ? എവിടെ നമുക്ക് മിസ്റ്റേക്ക്? കൊടുക്കേണ്ടത് കൊടുക്കുന്നുണ്ടോ? കൊടുക്കേണ്ടത് കൊടുക്കണം. ഇതാ എഡ്യൂക്കേഷൻ്റെ അതിലൊന്നാണ് കാറ്റഗിസം. ഒന്നാണ് തിങ്കൾ തൊട്ട് വെള്ളിയാഴ്ച വരെ നമ്മുടെ പിള്ളേരെ കണക്കും ഇംഗ്ലീഷ് ഹിന്ദിയും പഠിപ്പിക്കുന്നു. ശനിയാഴ്ച അല്ല ഞായറാഴ്ച വേദപാഠം പഠിപ്പിക്കുന്നു. ഇത് എയിം ഓഫ് എഡ്യൂക്കേഷൻ. ആണ്ടെ മോളിൽ കൊടുത്തിരിക്കുന്നു, എ ലേണർ ഹൂ ഈസ് വായിക്ക് ബാലൻസ്. ആർ യു ബാലൻസ്ഡ്? ഇന്റലക്ച്വലി, ഇമോഷണലി, സ്പിരിച്വലി ബാലൻസ്. 24/7 കാറ്റഗിസം ടീച്ചേഴ്സ്. ചിലവരുണ്ടല്ലോ ഞായറാഴ്ച 10 മണി തൊട്ട് ഉച്ചവരെ വേദപാഠ അധ്യാപകരുള്ളൂ. തിങ്കളും വെള്ളിയാഴ്ച തൊട്ട് പാത്രവേറ. ഞായറാഴ്ച ഒരു ചടങ്ങ് തീർക്കല് പറ്റിയേലാന്നാ ഈ മീറ്റിങ്ങിൽ പറയുന്നേ. പറ്റിയേലാത്ത ഒരു വോളണ്ടിയർ റിട്ടയർമെന്റ് എടുത്ത് പോക്കോണം. 24/7 കാറ്റഗിസം ടീച്ചേഴ്സ്. ചിലവർക്ക് ഇതൊരു സൈഡ് ബിസിനസ്സാ.
വേദപാഠമൊക്കെ പഠിപ്പിക്കുന്നുണ്ടെന്ന് കേട്ട് കഴിയുമ്പോൾ ചിലതിന് ഗുണം കിട്ടുമെന്നോർത്ത് നിങ്ങളാരും അല്ല കേട്ടോ. ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും വേഗം പറഞ്ഞു വിടണം. ചിലവരുടെ വേദപാഠ ക്ലാസ് കേട്ട് കഴിയുമ്പോൾ ഉണ്ടല്ലോ, ദേ ആർ വെരി ഇന്റലക്ച്വലി ഹൈ, പക്ഷെ അവരുടെ വേദപാഠ ക്ലാസ് കഴിയുമ്പോൾ ഉണ്ടല്ലോ പിള്ളേർ റിബലാവുക. വേദപാഠം പഠിപ്പിക്കേണ്ടത് എന്താണെന്ന് കൃത്യം മനസ്സിലാക്കണം. ഈശോ ഏക രക്ഷകനാണെന്നുള്ള ബോധ്യം കുട്ടികളിൽ ഉണ്ടാക്കാൻ കൊടുക്കുന്ന ഫോർമൽ സിസ്റ്റമാണ് വേദപാഠ ക്ലാസ്. 3-4 ടൈപ്പ് ഉണ്ട്. ഹോം കാറ്റഗിസം, ഫോമൽ കാറ്റഗിസം, മീഡിയ കാറ്റഗിസം. ദിസ് ഇസ് മീഡിയ കാറ്റഗിസം. മാസ് കാറ്റഗിസം, പള്ളിയിൽ അച്ഛൻ ഹോമിലി പറയുക. മാസ് കാറ്റഗിസം ആണ്. അതിലെ ഫോർമൽ എഡ്യൂക്കേഷൻ ഇന്റലക്ച്വലി. ജോളി എന്ന് പറയുന്ന പെങ്കൊച്ച് ഇപ്പോൾ ജയിലിലാ. വെള്ളം ചോദിച്ചപ്പോൾ സൈനൈഡ് കൊടുത്ത കൊച്ച്. ടീനേജ് പ്രായത്തിലാ പിള്ളേരുടെ പേഴ്സണാലിറ്റി ഡിസോർഡറൊക്കെ തെളിഞ്ഞു വരുന്നേ. കൊട്ടിഘോഷിച്ച് കല്യാണം വെച്ചിട്ട് ഡിവോഴ്സ് ചെയ്യാന്ന്. അതുകൊണ്ട് ബാലൻസ്ഡ്. ആർ യു ബാലൻസ്ഡ്? എന്നിട്ട് പറയുക, നീ പഠിപ്പിക്കുന്ന കൊച്ച് നോളജബിൾ ആയിരിക്കണം ദൈവത്തെക്കുറിച്ച്. ടവറിംഗ് പേഴ്സണാലിറ്റി. സിനഡിൽ അവിന്ത്യ പാമ്പ്രാനി പിതാവ് പങ്കെടുത്തു കഴിഞ്ഞപ്പോൾ നമുക്കൊക്കെ അഭിമാനമായില്ലേ? ആ പിതാവിന് ഒരു അപ്പനും അമ്മയുണ്ട്. ഇവിടെ ഇരിക്കുന്ന വൈദികർക്ക് ഒരു അപ്പനും അമ്മയുണ്ട്. ഇവിടെ ഇരിക്കുന്ന സിസ്റ്റേഴ്സിന് അപ്പനും അമ്മയുണ്ട്. ടവറിംഗ് പേഴ്സണാലിറ്റി. നമ്മൾ പഠിപ്പിച്ചു വിടുന്ന കൊച്ചു പറയണം, കൊള്ളാം, ഞാൻ ഐ ആം പ്രൊഡക്റ്റ് ഓഫ് ചർച്ച് എന്ന് പറയാൻ പറ്റണം. ടവറിംഗ് പേഴ്സണാലിറ്റി. മൂന്നാമത്തേതാ ബിലീവ് ഇൻ ഗോഡ്. പിള്ളേരാണോ പഠിച്ച് പുറത്ത് പഠിക്കാൻ പോയി കഴിയുമ്പോൾ അവർ പിന്നെ സെക്യുലറിസം പറയുക. സീറോ മലബാർ സഭയിൽ നിന്ന് തന്നെ കെട്ടണമെന്ന് തന്നെ നിർബന്ധം. മറ്റവനാണല്ലേ. നമ്മുടെ പിതാക്കന്മാർ നമ്മളെ ഓർമ്മിപ്പിച്ചു, സൂക്ഷിക്കണം. അത് കേൾക്കണം. പുറകെ ഇരിക്കുന്ന ആളുകൾക്ക് വരെ കേൾക്കാൻ വേണ്ടി ഒച്ചയിൽ നമ്മൾ പഠിപ്പിക്കണം. എൻ്റെ വേദപാഠ ക്ലാസ്സിൽ പ്രസംഗിക്കാൻ ജെറൂഷ് മിഷിയിൽ ഇങ്ങനെ പ്രസംഗത്തിന് അന്ന് നിന്നപ്പോൾ ഉണ്ടല്ലോ, ഒറ്റ സമ്മാനം കിട്ടിയിട്ടില്ല സിസ്റ്ററെ എനിക്ക്. പക്ഷേ ഓരോ മത്സരം കഴിയുമ്പോൾ സോഡാ നാരങ്ങ വെള്ളം മേടിച്ചു തരുമായിരുന്നു. ഞാനായിരുന്നു ഈ ഏറ്റവും അവസാനം കൊണ്ടിരുന്നത്. ഈ സ്റ്റേജ് അഴിക്കുന്നവ ഞാനായിരുന്നു. ഈ അബ്രാഹത്തിൻ്റെ ബലിയിൽ ഒരു ആടിനെ കൂടെ കൊണ്ടുപോകുമായിരുന്നു അന്ന് സ്കിറ്റിന്. ആടെൻ്റെ കയ്യിലാണ്. എന്നിട്ടുണ്ടല്ലോ മത്സരം തീർന്നു കഴിയുമ്പോൾ പിള്ളേരെ ഇങ്ങനെ ലൈനായിട്ട് നിർത്തും. എന്നിട്ട് ആ മിഷീനിൽ ഇങ്ങനെ വൈസ് ഡയറക്ടർ സിസ്റ്റർ പറയും, എല്ലാവർക്കും സോഡാ നാരങ്ങ വെള്ളമുണ്ട്. അന്നേരം ഓടിച്ചെല്ലും ഞാൻ ആദ്യം, കാരണം ആടിനെ ചുമന്നുകൊണ്ടിരിക്കുന്നല്ലേ. അങ്ങനെ സോഡാ നാരങ്ങ വെള്ളം മേടിച്ച് കുടിച്ച് വളർന്ന കൊച്ച ടീച്ചറെ ഇന്ന് സ്റ്റേജിൽ നിൽക്കുന്നേ. 50 രൂപ വീട്ടിൽ നിന്നും 50 രൂപ പള്ളിയിൽ നിന്നും തന്നിട്ട് ക്യാമ്പ് കൂടിയ കൊച്ച സിസ്റ്ററെ സാറേ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നേ. വളർത്താൻ വിളിക്കപ്പെട്ട നമ്മൾ വളർത്തുകയാണോ തളർത്തുകയാണോ? വളർത്താൻ വിളിക്കപ്പെട്ട നമ്മൾ വളർത്തുകയാണോ തളർത്തുകയാണോ? ഡിസൈറബിൾ വാല്യൂസ്. We could not inject the value, we can imbibe the value. അപ്പനേതാ, അമ്മയേതാ, സിസ്റ്റർ ഏതാ, അച്ഛനേതാണെന്ന് കാണിച്ചു കൊടുക്കണം ജീവിതത്തിൽ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ 24/7. ചിലവരൊക്കെ സമൂഹത്തിന് ഉതപ്പാ നൽകുന്നേ. അതുകൊണ്ടാണ് നെഗറ്റീവ് ന്യൂസിന്റെ മുകളിൽ പോസിറ്റീവ് ന്യൂസ് കൊടുക്കണമെന്ന് പറഞ്ഞേ. ഇന്നത്തെ ഈ ഫോട്ടോയും വീഡിയോയും ആ കൊച്ചെടുക്കുന്ന എന്തിനാണെന്നറിയാവോ? ഈ തലശ്ശേരി അതിരൂപതയിലെ ഈ റീജിയണൽ സംഗമം ഉണ്ടല്ലോ, ലോകം മുഴുവൻ കാണട്ടെ. ഈശോയ്ക്ക് സന്തോഷമാണ്. ചിരിക്കുന്ന മുഖം ആവശ്യമായിന്ന്. നെക്സ്റ്റ് കോൺഫിഡൻസ്. 3 സാധനമാണ് നമ്മുടെ പിള്ളേർക്ക് ഉണ്ടാവേണ്ടേ. 10 ടൈപ്പ് പിള്ളേരുണ്ടെന്ന് ഈ ക്ലാസ്സിൽ. നിങ്ങൾ വേദപാഠം പഠിപ്പിക്കുന്ന ക്ലാസ്സിൽ 1 വായിച്ചാൽ മനസ്സിലാകുന്ന കൊച്ചുണ്ട്. നല്ല ബുദ്ധിയുള്ള ഫുൾ A+ കിട്ടുന്ന കൊച്ച് നിങ്ങളുടെ ക്ലാസ്സിലുണ്ട്. സ്കൂളിൽ ഫുൾ A+ കിട്ടുന്ന കൊച്ച് വേദപാഠത്തിന് അറ്റപ്പറ്റയ ജയിക്കുന്നതെങ്കിൽ പ്രശ്നം അണ്ടർ അച്ചീവറാണ്. നിങ്ങളുടെ ക്ലാസ്സിൽ ക്രിയേറ്റീവ് കൊച്ചുണ്ട്. ആണ്ടേ ഈ ഇരിക്കുന്ന 2 പിള്ളേര്, ആ പിള്ളേരുണ്ടല്ലോ ക്രിയേറ്റീവാ. പടം ഡിസൈൻ ചെയ്യുന്നു, സംഭവം ചെയ്യുന്നു, ഇത് വീഡിയോ ആക്കി അവർ മാറ്റുന്നു. ക്രിയേറ്റീവാ. എല്ലാവരും ഡോക്ടറായാൽ ആര് രോഗിയാവും? ബാക്ക്വേഡുണ്ട് സിസ്റ്ററെ. ജോൺ മരിയ വിയാനി പുണ്യവാളന്റെ ചരിത്രം വായിക്കുമ്പോൾ വലിയ പഠിത്തക്കാരനൊന്നും അല്ലായിരുന്നു.
പക്ഷെ നന്നായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു ആ കൊച്ച്. വിശുദ്ധനോ? കുമ്പസാരക്കൂട്ടിലിരുന്ന് വിശുദ്ധി കാണിച്ചു കൊടുത്തു. നമ്മൾ പഠിപ്പിക്കും. ചില പിള്ളേർ പറയും മാർക്ക് മേടിച്ചോളാം, ഫുൾ A+ മേടിച്ചോളാം എന്ന് പറയുമ്പോൾ ഈ മെത്തഡ് ഇത് ചിന്തിച്ചോണം. എനിക്ക് 3 കുഞ്ഞുങ്ങളാ, 3 കുഞ്ഞുങ്ങളും വ്യത്യസ്തരാ. അതിനല്ലേ ഇൻഡിവിജ്വൽ ഡിഫറൻസ്. തലശ്ശേരി അതിരൂപതയിലുള്ള വൈദികരിൽ ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉണ്ട്. ചിലവർക്ക് പ്രസംഗിക്കാൻ, ചിലവർക്ക് പാടാൻ, ചിലവർക്ക് പടം വരയ്ക്കാൻ. ഞാൻ കഴിഞ്ഞ ദിവസം കുട്ടികളുടെ പരിപാടിക്ക് ചെന്നപ്പോൾ ഡാൻസ് കളിക്കുന്ന ഒരു അച്ഛനെ കണ്ടു. ഡാൻസ് കളിക്കും, മാജിക് കഴിഞ്ഞ ദിവസം പിതാവ് ഇരുന്ന വേദിയിൽ മാജിക് കാണിച്ച ഒരച്ഛൻ. അടുത്ത കാറ്റഗറി ഉണ്ട്, മെൻ്റലി റിട്ടാർഡ്. ജനിച്ച സമയത്ത് എന്തെങ്കിലും ടെക്നിക്കൽ പ്രശ്നം, ഹോർമോൺ താന്നു പോയതോ അല്ലെ ഫ്ലൂയിഡ് താന്നു പോയതോ, നിയോഗമാ. എൻ്റെ ക്ലാസ്സിലിപ്പോൾ ഉണ്ട് സെറിബ്രൽ പാൾസി ഉള്ള കൊച്ച്. പക്ഷെ എല്ലാവരെക്കാളും അവൻ എന്നോട് ഇഷ്ടമാണ്. അവൻ എല്ലാ ദിവസവും എൻ്റെ അടുത്ത് വരും, മിണ്ടും. ബുദ്ധിയുള്ള പിള്ളേരൊക്കെ ഇൻ്റേണൽ മാർക്ക് ഇടുന്ന സമയത്തേ വരാറുള്ളൂ. അടുത്തത് അണ്ടർ അച്ചീവർ. വേദപാഠത്തിന് 80ൽ 10 കിട്ടുന്ന കൊച്ചിന് സ്കൂളിൽ ഫുൾ A+ കിട്ടുന്നുണ്ടെങ്കിൽ, ഇനി പഠിക്കാൻ കഴിവുണ്ടായിട്ടും പഠിക്കാത്ത കൊച്ചുണ്ടെങ്കിൽ അവനെ വിളിക്കുന്ന പേരാ അണ്ടർ അച്ചീവർ. അതിൻ്റെ താഴോട്ടുള്ളത് C എഴുതുമ്പം തിരിഞ്ഞു പോകുന്നു, P എഴുതുമ്പം തിരിഞ്ഞു പോകുന്നു. ചില പിള്ളേർ വേദപാഠ പരീക്ഷയ്ക്ക് തോക്കാൻ കാരണം അതുങ്ങൾക്ക് മലയാളം അറിയത്തില്ലാത്തതുകൊണ്ടാ സാറേ. നമ്മൾ യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയണം. അതിനായി മീറ്റിംഗ്. ആ ലേണിംഗ് ഡിസബിലിറ്റി തിരിച്ചറിയണമെങ്കിൽ നോട്ട് ബുക്ക് നോക്കണം ടീച്ചറെ. നോട്ട് ബുക്ക് നോക്കിയിട്ട് ആ കാര്യം ശ്രദ്ധിക്കാതെ എങ്ങനെയാണ് നമുക്ക് ശരിയാക്കാൻ പറ്റുന്നേ? എന്നിട്ട് കൊച്ച് +2 കഴിയുമ്പോൾ തോറ്റു വരിക. കൊടുക്കേണ്ടവർ കൊടുക്കേണ്ട പോലെ കൊടുക്കേണ്ട സമയത്ത് കൊടുക്കുന്നുണ്ടോ? നെക്സ്റ്റ്, ചിൽഡ്രൻ വിത്ത് ADHD, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ. നിങ്ങൾ ADHD ഉള്ള കൊച്ചിനെ കാണണമെങ്കിൽ എന്നെ കണ്ടു. മനസ്സിലായോ? തിന്നുമ്പോൾ ഒരു അറ്റൻഷൻ ഡെഫിസിറ്റും ഇല്ല, TV കാണുമ്പോൾ ഇല്ല, പഠിക്കുമ്പോഴേ ഉള്ളൂ എങ്കിൽ അവൻ ആ പഠനം ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണ്. നിങ്ങളോട് ഞാൻ 20 മിനിറ്റല്ലേ ചോദിച്ചുള്ളൂ. ഈ സാറ് വന്നത് കുഴപ്പമില്ല. അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡറിൻ്റെ പല കാരണങ്ങളുണ്ട് കേട്ടോ, പല കാരണങ്ങൾ. അതിലൊന്നാണ് മൊബൈൽ ഫോണിൻ്റെ ഓവർ യൂസ്, ഒന്നാണ് വിശപ്പ്, ഒന്നാണ് വീട്ടിലെ. ഇന്നലെ ഞാനൊരു ആർട്ടിക്കിൾ വായിച്ചു, അതിൽ എഴുതിയിരിക്കുക, വീട്ടിൽ അപ്പൻ്റെയും അമ്മയുടെയും ബഹളം കണ്ട കൊച്ചിൻ്റെ തലച്ചോറിൽ യുദ്ധക്കളത്തിൽ നിൽക്കുന്ന ഒരാളുടെ ബ്രെയിനിൽ വരുന്ന അതേ മാറ്റമാണ്, സമ്മർദ്ദമാണ് വരുന്നത്. ഞാൻ 2000 പിള്ളേരുടെ ഇടയിൽ പഠനം നടത്തി. കൊച്ചിങ്ങൾക്ക് ഏറ്റവും വിഷമം എപ്പോഴാണ് എന്ന് ആയിരുന്നു റിസർച്ച്. ഞാൻ ഓർത്തുകൊണ്ടിരുന്നത് അപ്പനും അമ്മയും തല്ലുമ്പോൾ, ഞാൻ ഓർത്തുകൊണ്ടിരുന്നത് ഭക്ഷണം ഇല്ലാത്തപ്പോൾ. പക്ഷേ പഠനത്തിൽ 88% കുട്ടികൾ പറഞ്ഞത് എന്താണെന്നറിയാമോ? ഞങ്ങൾക്ക് ഏറ്റവും വിഷമം അപ്പായും അമ്മയും കൂടെ ബഹളം വെക്കുമ്പോഴാണ്. കുടുംബം പ്രാഥമിക വിശ്വാസ പരിശീലന വേദി. കൊച്ചു ത്രേസ്യ പുണ്യവതിയുടെ അപ്പനും അമ്മയ്ക്കും വിശുദ്ധരാകാമെങ്കിൽ നമുക്കും ആകാം സാറേ. വിശുദ്ധരാകാൻ പഠിപ്പിക്കേണ്ട നാം വിശുദ്ധിയിലാണോ നടക്കുന്നത്? നെക്സ്റ്റ്, ഡെലിംഗ്വൻസി, ഹാൻഡിക്യാപ്ഡ് എനിവേ, അംഗവൈകല്യമുള്ള ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. അല്ലാതെ വെളുത്തവരെയും കറുത്തവരെയും തിരിക്കരുത്. പൊക്കമുള്ള കൊച്ച്, പൊക്കമില്ലാത്ത കൊച്ച്, പള്ളിയുടെ അടുത്തുള്ള കൊച്ച്, പള്ളിയുടെ ദൂരെയുള്ള കൊച്ച്, നോ. അമ്മയുടെ ഗർഭപാത്രത്തിലെ ചിത്രം ഒന്നാമത്തേത്. അവിടുന്ന് വളർന്ന് മിടുക്കനായി താഴെ എത്തുമ്പോഴത്തേക്ക് ഉണ്ടാവേണ്ടതാണ് വിശുദ്ധി. 26 വയസ്സ് വരെ ജീവിച്ച കൊച്ചു ത്രേസ്യ, 36 വയസ്സ് വരെ ജീവിച്ച മരിയ ഗുരേത്തി, 13 വയസ്സ് വരെ ജീവിച്ച ഡൊമിനിക് സാവിയോ, മരിയ ഗുരേത്തി, ഇതെല്ലാം നമ്മുടെ മുമ്പിലുണ്ട്. നമുക്കും ആവേണ്ടേ വിശുദ്ധ, നമുക്കും ആവേണ്ടേ വിശുദ്ധി. ആ വിശുദ്ധിയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ ഓരോ പ്രായത്തിനനുസരിച്ചും ചെയ്യണം. അതിന് ബെറ്റർ കാത്തലിക് കാറ്റഗിസ്റ്റ്. വാട്ട് ഈസ് ദ എയിം ഓഫ് ദിസ് പ്രോഗ്രാം ഈസ് ടു ബിക്കം, താഴത്തെ വായിച്ചോ, കാത്തലിക് കാറ്റഗിസ്റ്റ്. കുറച്ച് പേര് സപ്രായിക്ക് കൃത്യം വരാൻ പറയും, കുറച്ച് പേര് എപ്പം വേണേലും വന്നാലും കുഴപ്പമില്ല, കുറച്ച് പേര് വേദപാഠം പഠിച്ചാലും പഠിച്ചില്ലേലും കുഴപ്പമില്ല എന്നും പറഞ്ഞുകൊണ്ട് പോയാൽ ഔട്ട്കം നല്ലതായിരിക്കുകയില്ല. ടീച്ചിങ് കാറ്റഗിസം വളരെ ഭംഗിയായി, വളരെ വൃത്തിയായി, വളരെ ആത്മാർത്ഥതയോടെ ചെയ്യേണ്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ, എന്ത് ചെയ്താലും വൃത്തിയായിട്ട് ചെയ്യണം.
അത് പാഠപുസ്തകത്തിന് ഒരു പ്രശ്നമില്ലെന്നേ. കാലാനുസൃതമായിട്ടുള്ള അപ്ഡേഷൻ. ഇപ്പോൾ ഒരിടത്ത് ഇന്ത്യയുടെ പ്രസിഡന്റ് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അത് 5 കൊല്ലം കഴിയുമ്പോൾ മാറുമ്പോൾ അത് മാറ്റണം അല്ലേ? വിശ്വാസ സത്യങ്ങളെ മാറ്റാൻ പറ്റുമോ? അത് പറയേണ്ടത് പറയണ്ടേ? 21-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്ന് എൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞു കൊടുക്കേണ്ടവർ പറഞ്ഞു കൊടുക്കേണ്ട പോലെ പറഞ്ഞു കൊടുക്കുന്നില്ല എന്നുള്ളതാ. ബോൾ തട്ടി കാലയിലോട്ട് തരും, കളിക്കേണ്ടത് നീയാണ്. അടുത്ത ഞായറാഴ്ച നാളെ വേദപാഠ ക്ലാസ്സിൽ ചെന്ന് കഴിയുമ്പോൾ ഇച്ചിരിയും കൂടി. അപ്പം കൊച്ചു പറയുക, കഴിഞ്ഞ ഞായറാഴ്ചത്തെ പോലെയല്ലല്ലോ, ഇച്ചിരിയും കൂടി ഉണ്ടെങ്കിൽ ഐ ആം ഹാപ്പി. ക്യാൻ യു ഫോളോ മീ? ക്യാൻ യു ഫോളോ മീ? അല്ലാതെ ചിലവരുടെ നടപ്പും ഭാവവും കണ്ടു കഴിയുമ്പോൾ ഉണ്ടല്ലോ ഉന്തി മരം കയറ്റുന്നതെന്ന് പിടികിട്ടാറുണ്ട്. വേദപാഠം പഠിപ്പിക്കാൻ പോയാലുണ്ടല്ലോ നീറ് പോലെ നിന്നോണം. ചത്തേ ചതഞ്ഞേ അയ്യോ ഭാവേ. കഴിഞ്ഞ ദിവസം ഒരു കൊച്ചിനെ ക്യാമ്പിന് വിടാമോ എന്ന് ചോദിച്ചപ്പോൾ ഒരാൾ പറയുക, ആ തിരക്കിട്ട ജീവിതത്തിൻ്റെ ഇടയിൽ അലക്കാനും കുളിക്കാനുമുള്ള ദിവസമാണ് ആകെ ഞായറാഴ്ച. അന്നേരം ആ സാറിൻ്റെ ഒരു പരിപാടി. എനിക്ക് അവരോട് പറയാനുള്ളത് അലക്കും കുളിയും ബുധനാഴ്ചത്തേക്കും മാറ്റുക. സമയം അമേരിക്കൻ പ്രസിഡന്റിനും എനിക്കും നിങ്ങൾക്ക് 24 മണിക്കൂറേ ഉള്ളൂ. ആ സമയം എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ജീവിത വിജയം. പ്രയോറിറ്റി. ഇതാ ഒരു കുടുംബം. ഈ കുടുംബം നിസ്സാരക്കാരല്ല. ഒരു വീട്ടിൽ 3 പേരാണ് കത്തോലിക്ക സഭയിൽ വിശുദ്ധിയിൽ ഉണ്ട് എന്ന് പ്രഖ്യാപിച്ചു. ബാക്കിയുള്ളവരുടെ പ്രഖ്യാപനം ഉടനെ വരുന്നു. അങ്ങനെയാണെങ്കിൽ തലശ്ശേരി അതിരൂപതയിലെ നമ്മുടെ കുടുംബങ്ങളും ആവേണ്ടേ? അലക്സാണ്ടർ എന്ന് പറയുന്ന ചീത്ത പുസ്തകത്തിനും ചീത്ത സിനിമയ്ക്കും ചീത്ത കൂട്ടുകെട്ടിനും അടിമയായിട്ടുള്ള അലക്സാണ്ടർ മരിയ ഗുരേത്തിയോട് ചോദിച്ചപ്പോൾ മരിയ ഗുരേത്തി നോ എന്ന് പറഞ്ഞു എങ്കിൽ നോ പറയേണ്ട അടുത്ത് നോ പറയാൻ, ഏസ് പറയേണ്ട അടുത്ത് ഏസ് പറയുവാൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പറ്റണ്ടേ? വേണോ വേണ്ടയോ? അതിനാണ് കാറ്റഗിസത്തിൻ്റെ ഡയറക്ടറിൻ്റെ റിക്വസ്റ്റ്. എന്താണ് ഡയറക്ടറേറ്റിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് ചോദിച്ചാൽ വിശുദ്ധരാ. അൽബോൺസാമയെ പോലെ, ചാവറപിതാവിനെ പോലെ, എവുപ്രിയാസ്യമയെ പോലെ. ഞാൻ സ്ലൈഡിൻ്റെ ലിമിറ്റേഷൻ ഉള്ളതുകൊണ്ട് ഈ 3 പേരെ ഇട്ടെന്നേ ഉള്ളൂ. ഞാൻ അതുകൊണ്ടാണ് ചോദിച്ചേ, മരിച്ചു കഴിയുമ്പോൾ സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹമുണ്ടോ? കുഞ്ഞുങ്ങളെ ജനിപ്പിക്കണം. പണം 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 ഉണ്ടാക്ക്, വേദപാഠത്തിന് പോയില്ലേലും നീ ട്യൂഷന് പോ എന്ന് പറയുന്ന അപ്പൻ്റെ അമ്മയുടെ മുന്നിൽ ജീവിക്കുന്ന വിശ്വാസ പരിശീലകനാവാൻ ഐ ചലഞ്ച്. ആർ യു റെഡി? ആർ യു റെഡി? കാർലോ അക്വിറ്റസ് വിശുദ്ധ കുർബാന വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത് വിശുദ്ധനായെങ്കിൽ ഡിജിറ്റൽ ലോകത്ത് നമുക്കും വേണ്ടേ പിള്ളേരെ? വേണം. എന്നിട്ട് കൊച്ചു പറയണം, എൻ്റെ സാറ്, എൻ്റെ ടീച്ചർ, എൻ്റെ 10 കൊല്ലം കഴിയുമ്പോൾ ഒരു കൊച്ചു പറയണം, തലശ്ശേരി രൂപതയുടെ മിഷലിങ്ങിൻ്റെ പ്രസിഡന്റ് സാറാ എന്നെ വൈദികനാകാൻ പ്രേരിപ്പിച്ചെന്ന് പറയുമ്പോൾ മരിച്ചടക്കിന് ഒരു പൂവും കൂടെ വരും. ചിലവരുടെ മരിച്ചടക്ക് കൂടുമ്പോൾ ഉണ്ടല്ലോ സംതൃപ്തിയോടെ വിട പറയുന്നത് കാണാറുണ്ട്. സംതൃപ്തിയോടെ വിശ്വാസ പരിശീലന ഡ്യൂട്ടി തീർക്കണമെങ്കിൽ ഇത്രയും സാധനം വേണം. സംതൃപ്തിയോടെ ജീവിക്കണമെങ്കിൽ ബുദ്ധി വേണം, ഐക്യു. പൾസ് അനുസരിച്ച് വേദപാഠം പഠിപ്പിക്കണം. 1-ാം ക്ലാസ്സിലെ പോലെയല്ല 5-ാം ക്ലാസ്സിൽ, 5-ാം ക്ലാസ്സിലെ പോലെയല്ല 10-ാം ക്ലാസ്സിൽ, 10-ാം ക്ലാസ്സിലെ പോലെയല്ല +2-ൽ. ഐക്യു ഉണ്ട്. 3 സാധനം നമുക്കുണ്ടാവണം. 1 സെൽഫ് എസ്റ്റീം. സീറോ മലബാർ സഭയിലെ തലശ്ശേരി അതിരൂപതയിലെ ഇന്ന ഇടവകയിൽ ഇന്ന കൊച്ചാണെന്നുള്ള ബോധം. 2 സെൽഫ് കോൺഫിഡൻസ്, ആത്മവിശ്വാസം. ചെറൂഷ് മിഷലിങ്ങിൻ്റെ 1-ാമത്തെ ലക്ഷ്യം എന്താ സാറേ? പ്രേക്ഷിത പ്രവർത്തനവും വ്യക്തിത്വ വികാസവും. ഈ വ്യക്തിത്വ വികാസം എന്ന് പറഞ്ഞാൽ എന്നതാ? ഉള്ള കാര്യം മുഖത്ത് നോക്കി ഉള്ള പോലെ പറയാനുള്ള ശേഷിയാണ്. അതുണ്ടാകുന്നുണ്ടോ ഇല്ലയോ എന്നൊന്ന് ചിന്തിച്ചു. ചിലർ പറയും എന്നാത്തിനാ മിഷലിങ്, അത് കുറച്ച് തൊഴിലില്ലാത്തവരുടെയാണ്. മാനുവൽ ബുക്ക് വിശുദ്ധിയിലേക്ക് വളർത്തുന്ന നാൾ വഴിയാണ്. എന്നിട്ട് അതിൻ്റെ അടി നോക്കാതെ വരയാം. ആ കൊച്ചു നരകത്തിൽ പോയ ടീച്ചറും അതിൻ്റെ ഉത്തരവാദിത്വമാണ്. പരോപകാര പ്രവൃത്തി കൊച്ചു ചെയ്തോ ഇല്ലയോ എന്നൊന്ന് ചോദിക്കുക പോലും ചെയ്യാതെ പോവരുതെന്ന്. EQ, ഇമോഷണൽ കോഷ്യൻ, വൈകാരിക പക്വത. ഈ വൈകാരിക പക്വതയ്ക്ക് ഒരു സംഭവം ഞാൻ പറയാം.
പെട്ടെന്ന് മനസ്സിലാവാനാ. അതായത് ഒരു മനുഷ്യൻ നല്ല രീതിയിൽ ജീവിക്കാൻ മിനിമം ഇത്രയും, ഇനിയും ക്യൂ ഉണ്ട് കേട്ടോ. MQ, മാനേജ്മെന്റ് കോഷ്യൻ, മനസ്സിലായോ? ഇനിയുണ്ട് ക്യൂ, എത്ര വേണേലും കൂട്ടാം. IQ, ഈ കൊച്ചു ജനിച്ച സമയത്ത് അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് വലിച്ചെടുത്തപ്പോൾ ഒരു പ്രസ്സിങ് കൂടി പോയായിരുന്നു, ഈ കൊച്ചു ഇരിക്കുകയല്ല. ഇനി ദേവി ചെയ്ത് മന്ദബുദ്ധിയിൽ നിന്നും പിള്ളേരെ വിളിച്ചേക്കരുത്, ഇഡിയറ്റ്സ് എന്ന് വിളിച്ചേക്കരുത്. IQ 25 താഴെയുള്ളവരാണ് ഇഡിയറ്റ്സ്. ചുമ്മാ തട്ടരുത്. എന്നെ ഒത്തിരി പേര് പൊട്ടാന്ന് വിളിച്ചിട്ടുണ്ട്. എൻ്റെ അപ്പായും എൻ്റെ അമ്മയും എൻ്റെ ടീച്ചറും എന്നെ വിളിച്ചിട്ടില്ല. എൻ്റെ അപ്പായും എൻ്റെ അമ്മയും ടീച്ചറെ പൊട്ടാന്ന് വിളിച്ചാലുണ്ടല്ലോ ഞാനൊന്ന് ചിന്തിക്കും. കാരണം നിങ്ങളെക്കാൾ കൂടുതൽ എൻ്റെ അപ്പനും അമ്മയ്ക്കും അറിയാവുന്നേ. ക്യാൻ യു ഫോളോ മീ? എൻ്റെ ടീച്ചർമാർ എന്നെ വിളിച്ചിട്ടില്ല. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യ എനിക്ക് നല്ല അധ്യാപകരെ കിട്ടിയേ. ഇപ്പം നിയോഗം പോലെ അധ്യാപകരെ പരിശീലിപ്പിക്കുന്ന സ്ഥാപനത്തിലെ ഒരു റിസർച്ച് ഗൈഡാണ് ഞാൻ. അടിച്ചു ദൈവത്തിന്. മൂന്നാമത് നമുക്കുണ്ടാവേണ്ടതാ സെൽഫ് എഫിക്കസി. കുങ്കുമം ചുമക്കുന്ന കഴുതിയാവരുത്. കഴിവുള്ളത് കൊണ്ടാണ് വേദപാഠം പഠിപ്പിക്കാൻ നിങ്ങളെ വിളിച്ചേ. കഴിവുള്ളതും തലശ്ശേരി അതിരൂപതയിലെ ഏറ്റവും മിടുക്കരാണ് നിങ്ങൾ. കഴിവുള്ളതുകൊണ്ടാണ് മദർ പറഞ്ഞേ പോയി വേദപാഠം പഠിപ്പിക്കാൻ, അല്ലാതെ നിവൃത്തിയില്ലാഞ്ഞിട്ടല്ല. കുങ്കുമം ചുമക്കുന്ന കഴുതിയാവരുത്. EQ ഡെവലപ്പ് ചെയ്യാൻ ഞാനൊരു മരിച്ച വീട്ടിൽ ചെല്ലുകയാണ്. 42 വയസ്സുള്ള ഒരു ചേച്ചി പെട്ടെന്ന് ക്യാൻസർ വന്നു മരിച്ചു. ഞാൻ കാണാൻ വേണ്ടി ചെന്ന് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ആ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഒരു പ്രായം ചെന്ന ഒരു സാർ എന്നോട് പറഞ്ഞു, ആ പയ്യനോട് ഇച്ചിരി മാറിയിരിക്കാൻ പറ. ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ആ പയ്യനെ എനിക്കറിയാം, അവൻ്റെ വീട്ടുകാരെ എനിക്കറിയാം. 10ാം ക്ലാസ്സിൽ ഫുൾ A+ കിട്ടി എൻ്റെ ഫ്ലെക്സ് അടിച്ചു വെച്ചതാ. പക്ഷെ ആ പയ്യൻ ഇപ്പോൾ ആ ബോഡി കൊണ്ടുവരുമ്പോൾ വെക്കണ്ട മേശപ്പുറത്ത് ചാരിയിരുന്ന് ഫോണെ നോക്കി എന്തോ ചിരിക്കുക. എന്താന്ന് ഒളിഞ്ഞു നോക്കാനൊന്നും ഞാൻ പോയില്ല. ആ കൊച്ചിൻ്റെ അടുത്ത് ചെന്നിട്ട് അവൻ എന്നെ കണ്ടു. അല്ലേ, വേദപാഠ അധ്യാപകരുടെ ഏറ്റവും വലിയ മഹത്വം ഇടവകയിലുള്ളവരെ അറിയൂല്ലോ. മരിച്ചു കഴിയുമ്പോൾ വരും അല്ലേ, നമ്മളിപ്പോൾ സ്കൂളിൽ പഠിപ്പിക്കുന്നിടത്തേക്കാളും വരും ഇടവകയിൽ നിന്ന്. എന്നെ വേദപാഠം പഠിപ്പിച്ച സാറാ, ടീച്ചറാ, മരിച്ചടക്കിന് പോകണമെന്ന്. ബന്ധം അതാണേ. ഈ പയ്യൻ എന്നെ കണ്ടതിന് ശേഷം ഇങ്ങനെ തല പൊക്കി. പിന്നെയും ഇപ്പം ഞാൻ അടുത്ത് ചെന്നിട്ട് പറഞ്ഞടാ മാനെ, ആൾക്കാർ നിന്നെ ശ്രദ്ധിക്കുന്നുണ്ട്, നീ ഇച്ചിരി മാറിയിരിക്കുക. ഇത് കേൾക്കുകയും ഈ പയ്യൻ ഇങ്ങനെ ചാടി എഴുന്നേറ്റിട്ട് എന്നോടൊരു ചോദ്യം, ബോഡി വന്നോ? ചോദ്യത്തിൻ്റെ ഉത്തരം എന്താ മോളെ? അവൻ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം ബോഡി വന്നില്ലെന്നാണ്. പക്ഷെ ആ കൊച്ചിന്, ഈ ചേച്ചിയുടെ 3ാമത്തെ കൊച്ചറിഞ്ഞിട്ടില്ല അമ്മ മരിച്ചത്. അതുകൊണ്ടാണ് രാവിലെ കൊണ്ടുവരുന്നേ. അവൻ ഓടിക്കളിക്കുക. ഈ +2 ഫുൾ A+ കിട്ടിയ പയ്യന് ഇല്ലാതെ പോയത് IQ അല്ല, EQ ആണ്. നമ്മുടെ വേദപാഠ ക്ലാസ് കഴിയുമ്പോൾ, ഒരു വൈദികനെ കണ്ടു കഴിയുമ്പോൾ, ഒരു സിസ്റ്ററിനെ കണ്ടു കഴിയുമ്പോൾ, ഒരു വിശ്വാസ പരിശീലകനെ കണ്ടു കഴിയുമ്പോൾ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറയുന്നില്ല എങ്കിൽ അവിടെ EQ ഡെവലപ്പ് ചെയ്തിട്ടില്ല. നിങ്ങളുടെ വികാരിയച്ഛനോ സമൂഹത്തിൽ വിലയുള്ള ഒരു വ്യക്തിയോ വീടിൻ്റെ മുന്നിൽ കൂടെ നടന്നു പോകുമ്പോൾ ഇരിക്കുന്നിടത്ത് നിന്ന് എഴുന്നേൽക്കുന്നില്ല എങ്കിൽ അവർക്കില്ലാത്ത സാധനം ബുദ്ധിയല്ല, EQ ആണ്. ചില ആളുകൾ അധികാരികളെ ധിക്കരിക്കാൻ കാരണം IQ ഇല്ലാഞ്ഞിട്ടല്ല, EQ ഇല്ലാത്തതുകൊണ്ടാണ്. To develop EQ, സഭയോടുള്ള വിധേയത്വം. ഇന്ന് ഈ മീറ്റിങ്ങിന് വന്നത് അച്ഛൻ വിളിച്ചപ്പോൾ അനുസരണത്തിൻ്റെ പ്രതിയാ ആണോ സിസ്റ്ററെ? അല്ലാതെ ഇത്രയും സീനിയർ ആയിട്ടുള്ള ഒരു സിസ്റ്റർ എന്നാ കേൾക്കാനാ? അല്ല, അനുസരണം. EQ ഇമോഷണൽ കോഷ്യൻ, വൈകാരിക പക്വത. മൂന്നാമത്തേതാ SQ സ്പിരിച്വൽ കോഷ്യൻ, സ്പിരിച്വൽ ഇന്റലിജൻസ്, ദാറ്റ് ഈസ് അൾട്ടിമേറ്റ് ഇന്റലിജൻസ്. വേദപാഠം അതിനെ ഉണർത്തുക. അതിൻ്റെ ബാക്കിയാ എമ്പതി, അതിൻ്റെ ബാക്കിയാ ആം ഐ ഗുഡ് സമരിറ്റൻ. കഴിഞ്ഞ തിങ്കളാഴ്ച പത്രത്തിൽ വന്ന വാർത്തയാ. ഷൊർണൂരിൽ നിന്ന് അടുത്ത പാലത്തേലേക്ക് പോയപ്പോൾ ഒരു ട്രെയിൻ തട്ടി 4 പണിക്കാര് മരിച്ചു. തലേ ദിവസം ഞാൻ ഇവിടുന്ന് പോയതാ വന്ദേ ഭാരതിന്.
എൻ്റെ കണ്ണിൽ കൂടെയും ഒരു തുള്ളി കണ്ണീര് വന്നു. ഞാനിട്ട കുപ്പി പറക്കാനാണോ പോയെന്നൊരു ചിന്ത. മറ്റുള്ളവരുടെ പ്രശ്നം എൻ്റെ പ്രശ്നമായിട്ട് കാണാനുള്ള ശേഷി, ദാറ്റ് ഈസ് നോൺ ആസ് എംപതി, നോട്ട് സിമ്പതി. സമറിയക്കാരൻ്റെ ഉപമയിലെ മൂന്നാമത്തെ ആൾക്കുണ്ടായിരുന്നത് എംപതി, നോട്ട് സിമ്പതി. വി വാണ്ട്സ് എംപതി, എസ്ക്യൂ. ചില മാതാപിതാക്കള് വേദപാഠത്തിന് 1 മിനിറ്റും കൂടി അങ്ങ് നീണ്ടുപോയാലുണ്ടല്ലോ, കൊച്ചിനെ എല്ലാവരുടെയും മുന്നിൽ നിന്ന് വലിച്ചിറക്കിക്കൊണ്ട് ട്യൂഷന് കൊണ്ടുപോകാൻ കാണിക്കുന്ന വെപ്രാളം ഉണ്ടല്ലോ, അത് അവർക്ക് ഗുണം ചെയ്യല. വിത്ത് ഗോഡ് ഐ ആം ഹീറോ, വിത്തൗട്ട് ഗോഡ് ഐ ആം സീറോ. 2012 ഫെബ്രുവരി 23 തലയുടെ മോളിൽ കൂടെ സ്കോഡ കയറിപ്പോയ ഒരു കൊച്ചാണ് നിങ്ങളോടിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കും കേരളത്തിലെ ഒരു സിനിമാ നടനും 2 ദിവസത്തെ ഡിഫറൻസിലാണ് ആക്സിഡൻറ്റ്. ആ സിനിമാ നടൻ ഇതുവരെ നടക്കാൻ തുടങ്ങിയിട്ടില്ല. കഴിഞ്ഞ ഇലക്ഷൻ്റെ പിറ്റേ ദിവസം ഉറങ്ങിപ്പോയതാ കേട്ടോ. MC റോഡിൽ 200 മീറ്റർ റോങ് സൈഡിൽ പോയിട്ട് എതിരെ കിടന്ന, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കിടന്ന 3 വണ്ടിക്കിട്ട് പോയി ഇടിച്ചു. മൊത്തം 4 വണ്ടി നന്നാക്കി കൊടുത്തു. ഒന്നും പറ്റിയില്ല. പിറ്റേ ദിവസം രാവിലെ ഞാൻ പോയി ഒരു പള്ളിയിൽ ക്ലാസ് എടുത്തു. വിത്ത് ഗോഡ് ഐ ആം ഹീറോ, വിത്തൗട്ട് ഗോഡ് ഐ ആം സീറോ. ഇത് പറയണമെങ്കിൽ എസ്ക്യൂ വേണം. പഠിച്ചെടുത്ത് മുഴുവൻ നല്ല മാർക്ക് ദൈവം തന്നു. കാരണം ചിലവർ പറയും, നീ എന്നാ കാണാൻ നടക്കുക, പഠിച്ചില്ലെങ്കിൽ ഒരു വിശേഷവും ഇല്ല, ആ സമയത്ത് പോയി ലൈബ്രറിയിൽ ഇരുന്ന് പഠിച്ചോ എന്ന് പറയുമ്പോൾ എനിക്കറിയാം, വിത്ത് ഗോഡ് ഐ ആം ഹീറോ, വിത്തൗട്ട് ഗോഡ് ഐ ആം സീറോ. ഈ ബോധ്യം നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ വേദപാഠ ക്ലാസ്സിൽ ജീവിതഗന്ധി ആവണം. നിങ്ങളോട് ചോദിക്കുക, ദൈവം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പറയാനുണ്ടാവണം.